എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സാധാരണ പോലെയുള്ള നമ്മളുടെ ഗോൾഡ് ഓർണമെന്റ്സ് അല്ല. ഇന്ന് നമ്മൾ കുറച്ച് സ്പെഷ്യൽ മൊമെന്റോസ് ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ഇപ്പം എന്താ വേണ്ടേ? നമുക്ക് ആദ്യം തന്നെ ഇത് കണ്ടോ, പറക്കാട് ജുവൽസിന്റെ 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്തിട്ടുള്ള ഒരു ഷീൽഡ് അല്ലെ മെമെൻറ്റോയാണ്. ഇതിൽ ശരിക്ക് ഈ പോർഷനിലെല്ലാം നമ്മൾ ഗോൾഡ് ലെയർ ചെയ്തിരിക്കുന്നതാണ്. കണ്ടോ, ഇനി ഇവിടെ മാത്രമല്ല, കണ്ടോ നമ്മുടെ ബാക്ക് പോർഷനിലും അതേപോലെ തന്നെ ഗോൾഡ് ലെയർ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എക്കാലവും ഇതേ സ്വർണ്ണ ഭംഗിയോടുകൂടി തന്നെ അല്ലെ തങ്കത്തിളക്കത്തോടുകൂടി തന്നെ നമ്മളുടെ വീട്ടിലോ ഓഫീസിലോ അങ്ങനെ തന്നെ സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ അല്ലെ ഒരു അവാർഡ് മൊമെൻറ്റോ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. ഇനി ഇത് മാത്രമല്ല, ഞാൻ കുറച്ച് വെറൈറ്റീസും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഫ്ലവേഴ്സ് ചാനലിന് വേണ്ടിയിട്ട്, ഫ്ലവേഴ്സ് 24 ന്യൂസ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മെമെൻറ്റോയാണ്. ഇത് തന്നെ നമ്മൾ വേറെയും ഒത്തിരി ചാനൽസ്, ഇവൻറ്റ്സ്, പ്രോഗ്രാംസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് അധികം വെറൈറ്റീസ് ഒന്ന് കാണാം. ആദ്യമേ തന്നെ ഞാൻ ഒരല്പം വലിപ്പമുണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള എങ്ങനെയുണ്ടെന്ന് നോക്കി. ഇതിൻ്റെ പേര് ഫ്ലൈങ് ലേഡി എന്നാണ്. കണ്ടോ, പറക്കുന്ന ലേഡി എന്ന് വേണേൽ പറയാം, ജെന്ന് വേണേൽ പറയാം, എന്ത് വേണേലും ആകാം, ലേഡി മൊമെൻറ്റോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ചൊരു ചേഞ്ചൊക്കെ വരുത്തി ലേഡി അല്ലെ ജെൻ ടൈപ്പിൽ എങ്ങനെ വേണേലും കസ്റ്റമൈസ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാം. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി മൊമെൻറ്റോയാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മൾക്ക് വലിപ്പത്തിലെന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ ഇത് ഓവർ സൈസായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ ഇത്രയും ക്യൂട്ടായിട്ട് സെയിം ആണ് കേട്ടോ. ഇത് അതിൻ്റെ പാറ്റേൺ എല്ലാം സെയിം ആണ്, ഡിസൈൻ സെയിം ആണ്, ബട്ട് അതിൻ്റെ സൈസ് ചെറുതാണ്. പിന്നെ ഇത് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി പറക്കാട് ജുവൽസിൻ്റെ എല്ലാ മൊമെൻറ്റോസും ചെയ്യുന്നത് ഒന്നെങ്കിൽ ബ്രാസ് അല്ലെ കോപ്പർ അല്ലെങ്കിൽ മാർബിൾ പൗഡർ അല്ലെ റെസിൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം താഴെ വീണാലൊക്കെ ഒടിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഈ ഒരു മാർബിൾ പൗഡർ അല്ലെ റെസിനിൽ വരുന്ന ഐറ്റത്തിന്. ബട്ട് ഇതിന് ഭയങ്കര ഫിനിഷ് നമ്മുടെ ബ്രാസിനെ കഴിഞ്ഞും കോപ്പറിനെ കഴിഞ്ഞും ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും ഫിനിഷും എല്ലാം പക്ക കറക്റ്റായിരിക്കും, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും, അത്രയും ക്ലാരിറ്റിയും കാണും. അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ കുറച്ച് റെസിനിൽ ചെയ്തിരിക്കുന്ന മെമെൻറ്റോസാണ് കൂടുതലും പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇതെല്ലാം നമ്മൾക്ക് ബ്രാസിൽ ചെയ്തിരിക്കുന്ന ഷീൽഡുകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടെ കാണിക്കാം. എങ്കിലും ഇത് നമ്മളുടെ ഒരു ഫ്ലൈങ് ലേഡിയുടെ തന്നെ ചെറുതായിട്ട് വരുന്നൊരു മെമെൻറ്റോ ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ സൈസോ നമ്മൾക്ക് പല സൈസിൽ ഇതിൻ്റെ വലിപ്പം കുറച്ചുകൂടെ വലിപ്പത്തിലുള്ളത്, അതിന് മുകളിലേക്കുള്ള, അങ്ങനെ ഏത് വലിപ്പത്തിൽ വേണേലും ചെയ്യാം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മളുടെ മാർബിൾ പൗഡറിൽ ചെയ്തിട്ട് അതിന് ഒരു വൈറ്റ് പോളിഷ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മെമെൻറ്റോസും കൂടെ കാണുമ്പോൾ ഏതെല്ലാം ഷെയ്ഡ്സിൽ നമുക്ക് ചെയ്യാമെന്നുള്ളതും എല്ലാം പരിചയപ്പെടാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് എല്ലാ കളേഴ്സും, ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും പരിചയപ്പെടുത്താനായിട്ട് വേണ്ടിയിട്ട് നമ്മളുടെ ലേഡി ക്വീൻ മൊമെൻറ്റോ ഉണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ടുണ്ട്, ഈ മൊമെൻറ്റോയിൽ കാണുമ്പോൾ അറിയാം ഇത് ഗോൾഡ് ലെയർ ചെയ്തിരിക്കുന്നതാണ്. 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾക്ക് ഇവിടെ കമ്പനി നെയിമോ ബ്രാൻഡിങ്ങോ അല്ലെ നമ്മളുടെ ആർക്കാണോ കൊടുക്കുന്നത് അവരുടെ പേരൊക്കെ മെൻഷൻ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് വേണമെങ്കിൽ പേരെഴുതാനുള്ള സൗകര്യമുണ്ട്. പ്യുവർ സിൽവർ ഫിനിഷിൽ വരുന്ന ഫിനിഷിൽ വരുന്നതുകൊണ്ട് ഇതും നമ്മൾക്ക് അതേപോലെ ഈ ഒരു സിൽവർ ഫിനിഷ് എല്ലാ കാലവും നിലനിൽക്കുന്ന രീതിയിലുള്ള, ഇനി സിൽവർ മാത്രമല്ല നമ്മൾക്ക് ബ്രാസ് ഫിനിഷിൽ കോപ്പർ ഫിനിഷ്, ഇത് കോപ്പർ ഫിനിഷാണ്. ഇനി നമ്മൾക്ക് ബ്രാസ് ഫിനിഷിൽ വരുന്നുണ്ട് കണ്ടോ. അതേപോലെ തന്നെ വൈറ്റ് പോളിഷിൽ വരുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല നമ്മൾക്ക് ഇവിടെ ലേഡി മൊമെൻറ്റോയിൽ ഞാനിപ്പോൾ ആ ഒരു പീസ് എടുത്തു വെച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഇതേപോലെ ബ്ലാക്ക് തീമിൽ വരുന്നതുണ്ട്. ഇനി ബ്ലാക്ക് ആൻഡ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു തീമും കൂടെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മൊമെൻറ്റോയുടെയാണ് ഇപ്പോൾ ഈ ഒരു
ലേഡി മൊമെൻറ്റോ വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഗോൾഡ് കൊടുത്തിട്ട് ഇവിടെ മാത്രം വേണേൽ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം, അല്ല നേരെ റിവേഴ്സ് വേണേൽ കൊടുക്കാം. അതായത് ഈ പോർഷൻ മാത്രം ഗോൾഡ് കൊടുത്തിട്ട് ഫുൾ ബോഡി നമ്മൾക്ക് വേണമെങ്കിൽ ഗോൾഡോ ബ്ലാക്ക് ഏത് ഷെയ്ഡ്സ് വേണമെങ്കിലും നമ്മൾക്ക് അങ്ങനെ മാറി ചെയ്യാനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഷോറൂംസ് സന്ദർശിക്കുക. നമ്മളുടെ ജ്വല്ലറി ഡിസൈൻസും അതുപോലെ ഐഡൽസ് കളക്ഷൻസ്, പിന്നെ മെമെൻറ്റോസ്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിലും അതിൻ്റെ ഫിനിഷും കാര്യങ്ങളും എല്ലാം നേരിട്ട് വന്ന് കണ്ടറിയുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു.